കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അപ്രതീക്ഷിത നിർണായക അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിന്റെ തുടക്കം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പിടിപാടുള്ള ആ പ്രമുഖനിലേക്ക് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞെട്ടാൻ പോകുന്നത് കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുമാണ്. ആരാണ് അയാൾ എന്ന ചോദ്യം കൂടുതൽ ശക്തിയിൽ കേട്ടു തുടങ്ങി. അണിയറയിൽ നിന്ന് ചരട് വലിച്ച, സമൂഹ മധ്യത്തിൽ മുഖംമൂടി അണിഞ്ഞ ഒരാൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയാകുമ്പോൾ കേരള സമൂഹത്തിന്റെ മനസ്സിൽ പിണറായി വിജയനൊപ്പം തെളിഞ്ഞു വരുന്ന മറ്റൊരു മുഖം വീണയുടെ ഭർത്താവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റേത് കൂടി ആയിരിക്കും. കുറ്റവാളി ആര് എന്ന് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയും തെളിവുകളും സാക്ഷികളുമാണ്. എങ്കിലും കുറ്റവാളി പട്ടിക അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത് എന്നത് ഉറപ്പാണ്. CMRL-മായി വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി EDക്ക് നിർണായക സൂചന ലഭിച്ചു കഴിഞ്ഞു. ഇതാരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED.